എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ UP സ്കൂൾ അസിസ്റ്റന്റിന്റെ 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പെഡഗോഗി ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വികാസത തത്വമല്ലാത്തത് ഏത്? വികാസ തത്വമല്ലാത്തത് ഏത്? ഏതാണ് ആൻസർ? എ. വികാസം പ്രവചനാതീതമാണ് എന്നുള്ളതാണ് തത്വമല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വന്തം മാനസിക അവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന രീതി എന്താണ്? ആത്മനിഷ്ഠ രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠന നിയമത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ്? സാമ്യത നിയമം, സന്നദ്ധത, ആവർത്തന നിയമം, ഫലനിയമം. ഇത് മൂന്നും ഏതാണ്? നിയമത്രയങ്ങളിലാണ് പെടുന്നത്. സാമ്യത നിയമം അതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? റേറ്റിംഗ് സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്ത്യബാല്യത്തിന്റെ പ്രകൃതവും സവിശേഷതയും ഏത്? ആൻസർ എന്താണ്? പഠനത്തിലും കളികളിലും ആത്സര്യബോധം വർദ്ധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെറുവാക്യങ്ങളിലൂടെയുള്ള നിർദ്ദേശങ്ങൾ തിരിച്ചറിയുകയും പദസ്വാധീനം കുറവാണ് എന്നത് ഏതു പ്രായത്തിലെ സവിശേഷതയാണ്? ആൻസർ എന്താണ്? 3 to 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്രീകൃത ചിന്തനം ഏത് ഘട്ടത്തിലെ സവിശേഷതയാണ്? ആൻസർ എന്താണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുതിർന്നവരുടെ പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുസരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്ന് തെളിയിക്കുന്ന പരീക്ഷണം എന്താണ്? ബോബോ പാവ പരീക്ഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിയാഷെയുടെ സന്മാർഗിക വികാസ ഘട്ടങ്ങളിൽ നീതിബോധത്തിന്റെ ഘട്ടം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ആട്ടോണമി അഡോളസൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ഞുമലയുമായി സാദൃശ്യമുള്ളതായി നിരീക്ഷിക്കപ്പെടുന്ന മനസ്സിന്റെ തലം ഏതാണ്? അബോധ മനസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരീരത്തിലെ പേശികളുടെ വലുപ്പവും ശക്തിയും കുറഞ്ഞ് വന്ന് ശരീര ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ എന്താണ്? മസ്കുലർ ഡിസ്ട്രോഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി തന്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന തന്ത്രം അതെന്താണ്? പ്രക്ഷേപണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ ക്ഷേമം ഉറപ്പിക്കുവാനായി 1999 ഡിസംബർ 30 പാർലമെന്റ് പാസാക്കിയ ആക്ട് ഏതാണ്? നാഷണൽ ട്രസ്റ്റ് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രതിക്രിയാധ്യാപനത്തിലെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം ചോദിക്കല്, സംഗ്രഹിക്കല്, വിശദീകരിക്കല്, പിന്നെന്താണ്? പ്രവചിക്കല്. ഇതൊക്കെയാണ് 4 ഘട്ടങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രകൃതിപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏതാണത്? കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ. പാഠ്യപദ്ധതി വിഭാവന ചെയ്യുന്ന പഠന ബോധന പരിപാടികൾ ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്ന ഒരു ആന്തരിക പഠന പിന്തുണ സംവിധാനം ഏതാണ്? വാർഷിക പ്രവർത്തനാസൂത്രണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുനരുപയോഗത്തിനു വേണ്ടി ആവശ്യമായ വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ എന്നിവ ഓർത്തുവെക്കുന്നത് എന്താണ്? അർത്ഥപരമായ ഓർമ്മ. ആന്തരിക പ്രേരണയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? നേട്ടങ്ങളോ അംഗീകാരങ്ങളോ പ്രേരിതമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പഠിക്കാനുള്ള വസ്തുവിനെ ഏതെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന രീതി ഏതാണ്? ദൃശ്യവൽകൃത പഠനം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായപ്പെട്ടത് ആര്? ജെറോം എസ് ബ്രൂണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ വർഗീകരണം അനുസരിച്ച് ഭൗതിക ബോധനോദ്ദേശ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എന്താണ് ആൻസർ? ഡി ആണ്, സംഘാടനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂക്ഷ്മ ബോധനത്തിന് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? നൈപുണി പരിശീലന പ്രക്രിയയാണ്. കുട്ടികളുടെ എണ്ണവും ബോധന സമയവും തീരെ ചെറുതാണ്. വളരെ താമസിച്ചു മാത്രം ലഭിക്കുന്ന പ്രതിപുഷ്ടി, അച്ചടക്ക നിയന്ത്രണത്തിനുള്ള സാധ്യത കുറവാണ്. ഏതൊക്കെയാണ്? ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത്. നൈപുണി പരിശീലന പ്രക്രിയയാണ്. പിന്നെ എന്താണ് രണ്ടാമത്തത്? കുട്ടികളുടെ എണ്ണവും ബോധന സമയവും തീരെ ചെറുതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജ്ഞാന നിർമ്മിതിവാദത്തിലെ മൂല്യനിർണയ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ്? യൂണിറ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണിയറ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരെ? ആൻസർ എന്താണ് വരിക? മാധവൻ അയ്യപ്പത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുകഥയിലെ സംക്രമ പുരുഷനാണ് ഉറൂബ് എന്ന് നിരീക്ഷിച്ചത് ആരെ? കെ എസ് രവികുമാർ. ഞാൻ ഓർമ്മയുടെ തീരങ്ങളിൽ, അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക്, എന്റെ വഴിത്തിരിവ്. എങ്ങനെയാണ് ഇത് ചേരുംപടി ചേർക്കുക നോക്കൂ. ആദ്യത്തെ ഞാൻ എന്നുള്ളത് NN പിള്ള. പിന്നെന്താണ്? ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ളത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നുള്ളതോ? ഭാരതി ഉദയഭാനു. എന്റെ വഴിത്തിരിവ് എന്നുള്ളത് ആരാണ്? എന്റെ വഴിത്തിരിവ് എന്നുള്ളത് പറഞ്ഞതിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. അപ്പൊ എന്താണ്? എന്റെ വഴിത്തിരിവ് എന്നുള്ളത് പൊൻകുന്നം വർക്കിയാണ് കേട്ടോ. അപ്പൊ ഏതാണ്? ഞാൻ എന്നുള്ളത് NN പിള്ള. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ളത് തകഴി ശിവശങ്കരപ്പിള്ള. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്നുള്ളത് ഭാരതി ഉദയഭാനു. എന്റെ വഴിത്തിരിവ് എന്നുള്ളത് ആരാണ്? പൊൻകുന്നം വർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നമ്പ്യാന്തമിഴ് കൃതികളിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ എ, ദേവി മഹാത്മ്യം. വി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥയിൽ സൂചിതമായ ചരിത്ര പുരുഷന്മാർ ആരെല്ലാം? ആൻസർ എന്താണ്? കുമാരനാശൻ, ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാദ്യാർ കഥകളിലൂടെ പ്രസിദ്ധനായ കഥാകൃത്ത് ആരെ? ആൻസർ എന്താണ്? കാരൂർ നീലകണ്ഠപിള്ള. കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിക്ക് യോജിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? പാച്ചു മൂത്തത് എഴുതിയ കൃതിയാണ്. ചോദ്യോത്തര രൂപത്തിൽ എഴുതപ്പെട്ടു. സംസ്കൃത രീതിയെ അവലംബിച്ച് മലയാളത്തിന് വ്യാകരണം നിർമ്മിക്കുവാനുള്ള ശ്രമമായിരുന്നു. തമിഴ് രീതിയെ പിന്തുടർന്ന് മലയാളത്തിന് വ്യാകരണം നിർമ്മിക്കുവാനുള്ള ശ്രമമായിരുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നും രണ്ടും മൂന്നും ആണ്. അതായത് പാച്ചു മൂത്തത് എഴുതിയ കൃതിയാണ് എന്നുള്ളതും ചോദ്യോത്തര രൂപങ്ങളിൽ എഴുതപ്പെട്ടു എന്നുള്ളതും പിന്നെ എന്താണ്? സംസ്കൃത രീതിയെ അവലംബിച്ച് മലയാളത്തിന് വ്യാകരണം നിർമ്മിക്കുവാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളതുമാണ് കേരള ഭാഷാ വ്യാകരണം എന്ന കൃതിക്ക് യോജിച്ച പ്രസ്താവനകൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.